നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാലമാമേ, എന്താ മോളെ? എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാക്കുത്തി? എനിക്ക് അമ്മായിയോടും അരവിന്ദേട്ടനോടും ഒന്ന് സംസാരിക്കണം. ഞങ്ങളോട് എന്ത് സംസാരിക്കാനാ നിനക്ക്? ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ പറയുന്നത് കേൾക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്ത് പറ്റി മോളെ? കാക്കുത്തി, എന്താ കാര്യം? കാര്യം ഉണ്ടാക്കു ചേട്ടാ. അമ്മായി പറഞ്ഞില്ലേ, ഞാനോ എന്റെ വീട്ടുകാരോ അക്കുച്ചേട്ടന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന്. കല്യാണം കഴിഞ്ഞ് ചെയ്യേണ്ട മര്യാദകൾ പോലും ചെയ്തിട്ടില്ലെന്ന്. എന്റെ അച്ഛനെന്ന് പറയുന്ന ആള് ഇപ്പൊ ഇവിടെ എല്ലാരും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അയാൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നറിയാം എല്ലാവർക്കും. ഞാനിവിടുത്തെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കയറി വന്നതല്ല. ബാലമാമന്റെ ഇഷ്ടപ്രകാരം എന്റെ അക്കുച്ചേട്ടന്റെ ഭാര്യയായിട്ട് വന്നതാ. ഞാൻ ഇവിടെ വന്ന് കയറണമെന്ന് എന്റെ ബാലമാമന്റെ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛനെന്ന് പറഞ്ഞു നടക്കുന്ന ആള് എനിക്കൊന്നും ചെയ്യില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അമ്മായി പറഞ്ഞത്. അക്കുച്ചേട്ടൻ ഒരു തരി പൊന്നുപോലും കൊടുത്തില്ല എന്ന്. കാക്കുത്തി, നീ എന്താ പറഞ്ഞു വരുന്നേ? എന്താ മോളെ? പ്ലീസ് ബാലമാമ, എനിക്കിത്തിരി സമയം താ. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുമെന്ന് അമ്മായിയോട് പറഞ്ഞിരുന്നില്ലേ? വേറൊന്നുമല്ല, ഒരരപ്പവന്റെ മോതിരമെങ്കിലും ഞാൻ അക്കുച്ചേട്ടന് വേണ്ടി വാങ്ങിക്കൊടുക്കുമെന്ന്. എന്നിട്ട് വാങ്ങിക്കൊടുത്തോ നീ? ഇല്ല, നിനക്കതിന് എങ്ങനെ പറ്റുമെന്ന്? ഒന്നുകിൽ നീ മാഷിനെയും പറ്റിച്ച് കാശ് വാങ്ങി എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ നീ എങ്ങനെ വാങ്ങിക്കൊടുക്കാനാ? ആരെയും പറ്റിക്കാതെ തന്നെ എനിക്കതിന് സാധിച്ചു അമ്മായി. അരപ്പവന്റെ മോതിരം ഞാൻ വാങ്ങി എന്റെ അക്കുച്ചേട്ടന് വേണ്ടി. കാക്കുത്തി, നീ എന്തിനാ ഇവരുടെ വാക്കും കേട്ട് മോതിരം വാങ്ങാൻ പോയത്? ഇന്ന് രാവിലെ എന്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതിനായിരുന്നു. എങ്ങനെയെങ്കിലും അരപ്പവന്റെ മോതിരവും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. എടി, എന്റെ മോനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. നേരാമണ്ണ ഒരു കല്യാണം നടന്നിരുന്നെങ്കിലേ അരപ്പവനല്ല 1000 പവൻ എന്റെ മോന് കിട്ടിയേനെ. അരപ്പവനായാലും 1000 പവനായാലും കാശും സ്വർണ്ണം ഉരുട്ടി തിന്നാ വിശപ്പ് മാറില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ കൊറോണ കാലം? അന്ന് കാശുള്ളവനും ഇല്ലാത്തവനും അനുഭവിച്ചത് ഒരേപോലെയാ. അതൊക്കെ ഒന്ന് ഓർത്താ കൊള്ളാം. ചരുമോളെ, എന്തിനാ നീ മോതിരം വാങ്ങിയത്? ആകാശം നിന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ. ആരെയും തൃപ്തിപ്പെടുത്താനൊന്നും അല്ല ബാലമാമേ, എനിക്ക് എന്നെ തന്നെ പറഞ്ഞു ബോധിപ്പിക്കാനാ. ഞാൻ വിചാരിച്ച അക്കുച്ചേട്ടന് വേണ്ടി എന്തും ചെയ്യാൻ സാധിക്കുമെന്ന്. അമ്മായിപ്പനും മരുമോളും കൂടി നാടകം കളിക്കുകയാണല്ലേ? മാഷിന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി മോതിരം വാങ്ങിച്ച് വാശി കാണിക്കല്ലേ? അമ്മായി, ഞാൻ ചോദിച്ച എത്ര രൂപ വേണമെങ്കിലും എന്റെ ബാലമാമി അക്കുച്ചേട്ടനും തരും. പക്ഷേ ഇതെന്റെ സമ്പാദ്യോ, എന്റെ വിയർപ്പാ. മോളെ കാക്കുത്തി, അല്ല, നീ എവിടെ പോയി അധ്വാനിച്ചിട്ടാ ഈ മോതിരം വാങ്ങിയത്? എനിക്കുണ്ട് അമ്മായി കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങള്. തുണിക്കച്ചവടക്കാരിന്നും പറഞ്ഞ് കളിയാക്കാറില്ലേ? എനിക്കത് കേൾക്കുമ്പോ അഭിമാനമാ തോന്നാറ്. കാരണം തുണി വിറ്റ് തന്നെയാ ഞാൻ എന്റെ വീട് നോക്കിയിരുന്നത്.
അനിയത്തി കല്യാണിയെ പഠിപ്പിച്ചതും. ഉം, 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 ഉം. ചാരുമോളെ, ഈ മോതിരം വാങ്ങാനുള്ള കാശ് എവിടുന്ന? കാക്കുത്തി, അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? തന്തയുടെ സ്വഭാവം കാണിച്ചു കാണും. അല്ലാതെ ഇവളുടെ കയ്യിൽ എവിടെ നാടാ കാശ്?